ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ഒന്നിച്ചായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനി ദിവാസൻ പ്രിയ മോൻസി പാസ്റ്റർ, അദ്ദേഹത്തോടൊപ്പം ഈ ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുക്കുന്ന ബഹുമാനി ദിവാസൻ പ്രിയ ജിജോ പാസ്റ്റർ, ഈ മീറ്റിങ്ങിൽ കടന്നു വന്ന വാത്സല്യ സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഓൺലൈനിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ചർച്ചിൽ കഴിഞ്ഞ ചില നാളുകളായി തന്റെ ദാസനെ കർത്താവ് അഭിഷേകത്തോടെ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനും പ്രിയ ദൈവവാസനുമൊക്കെ ഇതുപോലെ ഈ സ്റ്റേജിൽ നിൽക്കുവാനുള്ള കാരണം ഞങ്ങളുടെ വാത്സല്യ മാതാക്കളാണ്. ദീർഘവർഷക്കാലം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ചതാണ് ഞങ്ങളുടെ മാതാക്കൾ. ഒരുപക്ഷെ ഞങ്ങൾ അവരുടെ കൂടെ നടന്ന് ശുശ്രൂഷ പഠിച്ചു. അവരോടൊപ്പം പല സ്ഥലങ്ങളിൽ അവർ ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പ്രീതിവാസന്റെ വാത്സല്യ മാതാവ് കർത്തസനിലേക്ക് പ്രവേശിച്ചു. എൻ്റെ വാത്സല്യ മാതാവ് ഇപ്പോഴും 88 വയസ്സായി ഭവനത്തിലുണ്ട്. ദീർഘവർഷങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ട ഒരു മാതാവായിരുന്നു എൻ്റെ മാതാവ്. ഇവളിപ്പം വാർദ്ധക്യമായ പ്രയാസത്തിൽ ഭവനത്തിൽ വിശ്രമിക്കുന്നു. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ നമ്മളായി തീർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ നമുക്ക് വേണ്ടി വളരെയേറെ പ്രാർത്ഥിച്ച നമ്മുടെ മാതാപിതാക്കളാണ്. സ്തോത്രം. ദീർഘവർഷങ്ങളായി പ്രീതിവാസനുമായിട്ടുള്ള ആത്മീയ സ്നേഹത്തിൽ ഇവിടേക്ക് കടന്നു വരുവാൻ ദൈവം അവസരം ഒരുക്കി. ഞാനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ ഓൺലൈനിൽ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ ഒത്തിരി മീറ്റിങ്ങുകളുണ്ട്. ഞാനിടയ്ക്ക് പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പങ്കെടുത്തപ്പോൾ ആ ദിവാസൻ, അദ്ദേഹത്തിന് സ്വന്തമായൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. ഈ മീറ്റിങ്ങുകളൊക്കെ എങ്ങനെയാണ് നടത്തുന്നതൊക്കെ അദ്ദേഹം എന്നെ കാണിച്ചു തന്നു. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുവിട്ടൊരു സഹോദരൻ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളൊക്കെ വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാണല്ലോ, നിങ്ങളുടെ പാസ്റ്റർ എപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ശരിയാണ്, പക്ഷെ പ്രസംഗിക്കുന്നത് എന്താണെന്ന് പാസ്റ്റർക്കും അറിയത്തില്ല, കേൾക്കുന്ന ഞങ്ങൾക്കും അറിയത്തില്ല. സഹോദരൻ, പ്ലാൻ നിലവാരത്തിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി പലരും ഇത്തരത്തിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മോൻസി പാസ്റ്ററെ ഇരുത്തിക്കൊണ്ട് പറയില്ല, അദ്ദേഹത്തിൻ്റെ പല മീറ്റിങ്ങുകളും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടെ കർത്താവിന് വേണ്ടി സേവ ചെയ്യുന്നൊരു ദിവാസനാണ്. തൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലവും ദൈവം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. അതിലപ്പുറത്തേക്കൊരു ദൂതിൻ്റെ കാര്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യട്ടെ. ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ വലിയൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ ദേശത്ത് ഈ സഭയ്ക്കൊരു വിടലായി തീരട്ടെ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടനുബന്ധിച്ചുള്ളൊരു വിഷയമാണ് ഞാൻ ഇന്ന് പകലിൽ സംസാരിക്കുന്നത്. അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ പ്രാർത്ഥനയുടെ ആവശ്യകതകൾ നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അതുമേലൊരു ദൈവവൃത്തി വെളിപ്പെടും. സ്തോത്രം. ചില വേദഭാഗങ്ങൾ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വേദഭാഗമാണ് ആദ്യമേ വായിപ്പാൻ താല്പര്യപ്പെടുന്നത്.
4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും 12-ാമത്തെ വാക്യവും കൂടെ നമുക്ക് വായിക്കാം. മതി, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന നല്ല ദൂതുകൾക്കായി നന്ദിയോട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ദിവസാന്നിധ്യം ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രപ്പ. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണം. പുത്രൻ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യവും 12-ാമത്തെ വാക്യവുമാണ് വായിപ്പാൻ ഇടയായിത്തീർന്നത്. നമ്മൾ വായിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. ഈ ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞ് ദൈവം തന്ന ദൂതിലേക്ക് പ്രവേശിച്ച് എന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ ദിവാസൻ P.T. തോമസ് എന്ന് പറഞ്ഞൊരു ദിവാസനുണ്ട്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിച്ചു, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ നമേ 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 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, സൗഖ്യം നൽകുമാറാകണമേ, വിടുവിക്കണമേ, നമേ നമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുവാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പൗലോസ് കർത്താവിനെ പ്രസംഗിച്ചതിൻ്റെ അനന്തരഫലമായി താൻ കാരാഗൃഹത്തിൽ ആയിരുന്നു. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം 4 ലേഖനങ്ങൾ എഴുതി. അതിൽ 2-ാമത്തെ ലേഖനമാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ ലേഖനം എഴുതുവാനുള്ള കാരണം, കൊലോസ്യയിലെ ദൈവസഭ സ്ഥാപിച്ചത് പൗലോസല്ല. ആ സഭയിലെ തന്നെ ഒരു സഹോദരനാകുന്ന എപ്പഫ്രാസാണ് ഈ സഭ സ്ഥാപിച്ചത്. അദ്ദേഹം ഈ സഭ സ്ഥാപിച്ച ശേഷം ആ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കപ്പെട്ട ചില ദുരുപദേശങ്ങളെ കുറിച്ചുള്ള വാർത്ത തന്നെ വിശ്വാസത്തിലേക്ക് നയിച്ച, താൻ രക്ഷിക്കപ്പെടുവാൻ കാരണം ആയിത്തീർന്ന ദൈവദാസനായ പൗലോസിനെ വിവരമറിയിക്കുകയാണ്. പുരാതന ഫ്രുഗയിലെ, അതായത് ഇന്നത്തെ തുർക്കിയിലെ ലൈക്കസ് താഴ്വരയിലുള്ള 3 സ്ഥലങ്ങളാണ് കൊലോസ്യ, ലവോദിക്യ, ഹിയരപ്പൊലി. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ 2 വർഷക്കാലം തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവവചനം പഠിപ്പിച്ചു. ആ പഠന സമയത്ത് കൊലോസിൽ നിന്ന് ഏഷ്യയിൽ മുഴുവൻ സുവിശേഷം അറിയുവാനിടയായി. 2 വർഷത്തെ ബൈബിൾ ക്ലാസ്സിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വന്നു. അങ്ങനെ കൊലോസിൽ നിന്ന് കടന്നു വന്ന ദൈവവചനം പഠിച്ച് രക്ഷിക്കപ്പെട്ട് തിരിച്ചുപോയ 2 സഹോദരന്മാർ, അതിൽ ഒരാളായിരുന്നു എപ്പഫ്രാസ്, 2-ാമത്തെ ആളായിരുന്നു ഫിലോമോൻ. ഇവർ 2 പേരും തിരിച്ചു പോയിട്ട്
എഫെസോസിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരെയുള്ള കൊലോസിൽ ചെന്ന് ദൈവവചനം പ്രസംഗിച്ചു. കൊലോസിൽ നിന്ന് 19 കിലോമീറ്റർ ദൂരെയുള്ള ലവോദിക്കയിലും അവർ പ്രസംഗിച്ചു. ലവോദിക്കയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറമുള്ള ഹീരപ്പുലി, ഈ 3 സ്ഥലങ്ങളിലും അവർ ദൈവവചനം പ്രസംഗിച്ചു. തൽഫലമായി അവിടെ സഭകൾ രൂപീകരിക്കപ്പെടുവാനിടയായി. ഇന്നും നമുക്കൊത്തിരി കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, ആൾക്കാർ കടന്നു വരുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ അവരുടേതാകുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം കർത്താവിന് പ്രയോജനപ്പെടുന്നുണ്ട്? വളരെ ആത്മഭാരത്തോടുകൂടെ അവരുടെ ഗ്രാമങ്ങളിൽ അവർ കർത്താവിനെ ഉയർത്തുകയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തതിൻ്റെ അനന്തരഫലമായി ആ സ്ഥലങ്ങളിലെല്ലാം സഭകൾ ഉണ്ടാകുവാനിടയായി തീർന്നു. ആ സഭകൾ ഉണ്ടായ ശേഷം വളരെ സന്തോഷത്തോടുകൂടെ പൗലൂസ് പഠിപ്പിച്ച സത്യങ്ങൾ ഈ ദൈവമക്കളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സഭയ്ക്കകത്തേക്ക് ദുരുപദേശകന്മാർ കയറുവാനിടയായി തീർന്നത്. പ്രധാനപ്പെട്ട 3 തരത്തിലുള്ളതാകുന്ന ആൾക്കാർ അവിടെ കയറി വന്നു. അതിലൊന്ന് നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു ഉപദേശക്കാർ, ജ്ഞാനവാദികൾ എന്നാണ് അവരെ കുറിച്ച് അറിയുന്നത്. 2 ജുഡായിസം എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പുകാർ. 3 സന്യാസി സമൂഹം എന്ന് പറയുന്നൊരു ഗ്രൂപ്പുകാർ. ഈ 3 ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ദൈവസഭയിൽ പ്രവേശിച്ച് യേശുക്രിസ്തു ദൈവമല്ല എന്ന് സ്ഥാപിക്കുകയും യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റായ ഉപദേശത്തിലേക്ക് നയിച്ചപ്പോൾ വേദനയോടുകൂടെ ഈ വാർത്തയറിഞ്ഞ സഭയുടെ നടത്തിപ്പുകാരനാകുന്ന എപ്പഫ്രാസ് കൊലോസിൽ നിന്നും 1600 കിലോമീറ്റർ യാത്ര ചെയ്ത് റോമിൽ കാരാഗ്രഹത്തിൽ ചെന്ന് പൗലൂസിനോട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പൗലൂസ് തിരിച്ച് ഈ സഭയ്ക്ക് വേണ്ടി ഈ കത്ത് എഴുതുകയാണ്. ഈ കത്ത് എഴുതിയിട്ട് തന്നെ കാണാൻ വന്ന എപ്പഫ്രാസും ആ സമയത്ത് അധികാരികൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കി. അപ്പോൾ തൻ്റെ കൂടെ ജയിലിൽ കിടക്കുന്ന എപ്പഫ്രാസ് സഭയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടി കത്ത് എഴുതിയിട്ട് തിഹിക്കോസ് എന്ന് പറയുന്നൊരു സഹോദരൻ്റെ കയ്യിലേക്ക് ഈ കത്ത് കൊടുത്തു. ആ കത്ത് അദ്ദേഹം സഭയിൽ വായിക്കുകയാണ്. ആ കത്ത് വായിക്കപ്പെടുമ്പോൾ അവർ ഓർമ്മിപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. മനുഷ്യരെ പ്രലോഭിപ്പിക്കപ്പെടുന്ന തത്വജ്ഞാനം, ആ തത്വജ്ഞാനത്തിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആരും നിങ്ങളെ വശീകരണ വാക്കുകളാൽ ചതിക്കരുത്. ദൈവവചനത്തിന് വിരോധമായി, ദൈവിക ശുശ്രൂഷയ്ക്ക് വിരോധമായി ഈ തരത്തിലുള്ളതാകുന്ന ഉപദേശങ്ങളുമായി ആൾക്കാർ വരുമ്പോൾ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് അവരുടെ വശീകരണത്തിൽ നിങ്ങൾ വീഴരുത്. മറിച്ച് നിങ്ങളെ രക്ഷിച്ച, നിങ്ങളെ വിടിവിച്ച, നിങ്ങൾക്ക് ജീവൻ തന്ന സ്വർഗത്തിലെ യേശുവിന്റെ വചനത്തെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുവാനിടയായി തീരും. സ്തോത്രം. അവർ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കപ്പെടാതെ യേശു ഒരു പ്രവാചകനായി സ്ഥാപിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഇന്നും ദൈവസഭകളിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ കടന്നു വന്ന് സംസാരിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച ഭക്തന് വേണ്ടി അത്ഭുതം ചെയ്തവനായ കർത്താവ്
ഇന്ന് പൽക്കളം ദൈവവചന ഉപദേശത്തിൽ നിൽക്കുവാൻ തയ്യാറായാൽ, ആഴമേറിയ സമർപ്പണത്തോടെ കർത്താവിന്റെ നാമത്തിനോട് നിൽക്കുവാൻ തയ്യാറായാൽ, നാം വൈകിയെന്ന് തോന്നിയാലോ വരേണ്ടവൻ നിന്റെ വീടിന്റെ വാതിക്കൽ വരുവാനിടയായി തീരും. എത്ര പേര് ഇന്ന് പൽക്കാലം വിശ്വസിക്കുന്നു? ഒരുപക്ഷെ എനിക്കും നിനക്കും തോന്നിയേക്കാൾ സമയങ്ങൾ വൈകിപ്പോയെന്ന്. എന്നാൽ ഹല്ലേലൂയ, അതേ മാർത്തയുടെ ഭവനത്തിലിരുന്ന് ദൈവത്തിന്റെ വചനം പഠിക്കപ്പെട്ട് അവന്റെ കാൽച്ചുവട്ടിലിരുന്ന് തിരുവചനം അഭ്യസിക്കപ്പെട്ട മറിയയുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, വരേണ്ടവൻ വന്നു കഴിഞ്ഞ എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്ത്. ഇന്ന് വൽക്കാലം അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് പലതരത്തിലുള്ള വാക്കുകളുമായി വ്യക്തികൾ നിൽക്കപ്പെടുമ്പോ അതിനെയല്ല ശ്രദ്ധിക്കണത്, മറിച്ച് യേശു എന്താണോ നിന്നോട് പറയുന്നത്, യേശുവിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവിന്റെ ആലോചനയ്ക്കും പ്രാധാന്യം കൊടുക്കുവാൻ തയ്യാറായ നാറ്റം വമിക്കപ്പെട്ട വിഷയത്തിന് മറുപടി തരുക ഇന്ന് വൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വൽക്കാൻ ദൈവത്തെ ആരാധിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. യഹൂദന്മാർ പലതും പറഞ്ഞുകൊണ്ട് വാക്കുകൾ പറഞ്ഞ് നാറ്റിക്കപ്പെടുമ്പോൾ ഇത്രയും നാൾ യേശുവിന്റെ പുറകെ പോയിട്ട് എന്ത് നേടി? ഒരു മാറ്റം സംഭവിച്ചു. അന്നേ ഞങ്ങൾ പറഞ്ഞാണ് നസ്രേന്റെ പുറകെ പോകരുത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുമുള്ള യഹൂദന്മാർ കൂടിയിരിക്കപ്പെടുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ച സഹോദരിമാർക്ക് ഉറപ്പുണ്ടായിരുന്നു, വരേണ്ടവൻ വന്നു കഴിഞ്ഞാൽ ചീഞ്ഞളിയപ്പെട്ട സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്ത്. ഈ വാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, അല്പം വൈകിയെന്ന് തോന്നിയാൽ സ്വർഗത്തിലെ ദൈവത്തിനൊരു സമയമുണ്ട് കേട്ടോ. നീ വചനത്തിൽ ഉറച്ചു നിന്ന, വചനത്തിൽ ആശ്രയിക്കുക തയ്യാറായ അസാധ്യമായ ചില കാര്യങ്ങളെ സാധ്യമാക്കിയിട്ട് എവിടെയാണോ ചില നഷ്ടപ്പെട്ടത്, എവിടെയാണോ ജീവൻ നിലച്ചുപോയത്, എവിടെയാണോ നിർജീവമായ ആ നിർജീവമായ ചില പ്രശ്നങ്ങളുമേ ജീവൻ തരുവാൻ കഴുത്തുള്ളവനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുകയാണ്. ശരീരത്തിന്റെ അവയവങ്ങളെ നിർജീവമാക്കി ശ്വാസം നിലയ്ക്കപ്പെട്ട ചില വിഷയങ്ങളെ, ഒരിക്കലും തിരിച്ചു വരികയില്ലെന്ന് കരുതപ്പെട്ട ചില വിഷയങ്ങളെ മടക്കി തരുവാൻ കഴിയുന്നവനായ നസ്രയനായ ശ്രീ യേശുവിന്റെ വചന ഇന്ന് വൽക്കാലം ആധികാരമായി ഏറ്റെടുത്തുകൊണ്ട് ദുരുപദേശകന്മാർ കടന്നു വരുമ്പോ ഒരു വിപ്ലവത്തിന്റെ ശുശ്രൂഷകൾ വെളിപ്പെടുന്ന ഈ പ്രത്യേക കാലഘട്ടത്തെ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിൽ ആദ്യം വിശ്വസിക്കുവാൻ തയ്യാറായ വചനം നിന്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനിടയായി തീരാം. സത്യം. വാക്കുകൾ കൊണ്ടവരോട് വെല്ലുവിളിക്കപ്പെടുമ്പോൾ പൗലോസ് അവരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളുടെ കവർന്നു കളയാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം. സ്തോത്രം. ഓരോ ദൈവമക്കളുമാണ് സൂക്ഷിക്കേണ്ടത്. ദൈവത്തെ അറിഞ്ഞ ഓരോ ദൈവമക്കളും ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുമായി കടന്നു വരുമ്പോൾ നാം വളരെ ശ്രദ്ധയുള്ളവരായി തീരണം. സത്യം. ഇനി അതിൻ്റെ 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, അതിന് മുമ്പ് ഒരു വാക്കുകൾ വായിക്കട്ടെ. 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. യേശുവിനെ കൈക്കൊണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നടക്കുകയല്ല ചെയ്യേണ്ട കൊലോസ്യ വിശ്വാസികളെ, മറിച്ച് അവന്റെ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കെടുക്കണം. അത് മാത്രമല്ല, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പി. അവനിൽ വേരൂന്നുക, യേശുവിൽ വേരൂന്നുക. വളരെ ആഴത്തിൽ അടിവേരുള്ളൊരു വൃക്ഷത്തിന്റെ വേരുകൾ അടിയിലേക്ക് പാഞ്ഞിറങ്ങുമ്പോൾ ചെറിയ ചെറിയ കാറ്റുകൾ വന്നാലും അത് നിലംപരിചയാകയില്ല. കാരണം എന്തെന്ന് പറയുമ്പോൾ അതിൻ്റെ വേരുകൾ, അടിവേരുകൾ വളരെ ആഴത്തിൽ നിൽക്കുകയാണ്. നിസാര വിഷയങ്ങളുടെ നടുവിൽ
ഞാനും നീ പതറിപ്പോകരുത്. യേശു ക്രിസ്തുവിലും വചനത്തിലും വേരൂന്നിയ ചില ആടി ഉലയുന്ന ചില കാറ്റുകൾ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോൾ നിന്റെ മനസ്സിനെ മതിചലിപ്പിക്കത്തക്ക രീതിയിലുള്ള ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ എന്ത് ചെയ്യണം, എങ്ങനെയായി തീരുമെന്ന് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവേ ഇന്ന് പൽക്കാലം ആടി ഉലകയാണോ? ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നു, ക്രിസ്തുവിൽ വേരൂന്നുവാൻ തയ്യാറായ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായ, അവന്റെ വചനത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുവാൻ തയ്യാറായ ഈ പ്രശ്നങ്ങളെ ഇന്ന് പകൽക്കാല നിനക്ക് അതിജീവിപ്പാനിടയായി ചേരാ. സ്തോത്രം. നമുക്ക് തന്നിരിക്കുന്ന അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തെ വായിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ ഏതെല്ലാം പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ വന്നാൽ വീണു പോവാൻ ദൈവം അനുവദിക്കത്തില്ല. എത്രയോ ഭക്തന്മാർ, എത്രയോ ശക്തന്മാർ വീണു പോകുന്ന ഈ ഭൂമിയിൽ പ്രിയമുള്ളവരെ, യേശുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ദൈവത്തിന് വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അത് നീ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിൽ ഉറയ്ക്കുവാൻ തയ്യാറായ നീ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഉപരി വിപ്ലവമായിരിക്കുന്ന ഉണർവിലല്ല നീ വിശ്വസിക്കണം, മറിച്ച് ദൈവത്തിന്റെ വചന നിനക്ക് ക്രിയ നടത്തിയ, നിനക്ക് രൂപാന്തരം വരുത്തിയ ദൈവത്തിന്റെ വചനത്തെ വേരൂന്നിയ ഇന്ന് വൽക്കാലം ദൈവം പറയാണ്, നിന്റെ ജീവിതത്തിൽ സാധ്യമായ ചില കാര്യങ്ങളെ ദൈവം സാധ്യമാക്കുവാനിടയായി ചേരും. പലപ്പോഴും നമുക്ക് വേരൂന്നുവാൻ കഴിയുന്നുണ്ടോ? ദൈവവചനത്തിൽ നമുക്ക് ഉറയ്ക്കുവാൻ കഴിയുന്നുണ്ട്? പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സ് കിടന്ന് വെപ്രാളപ്പെടുകയാണോ? എന്നാൽ ഇന്ന് വൽക്കാലം ദൈവത്തിന്റെ വചനത്തെ ഞാൻ ആരാധിക്കുന്ന ദൈവ, ഞാൻ സേവിക്കുന്ന ദൈവ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവനാണ്. ഞാൻ അവനിലാണ് ആശ്രയിക്കുന്നത്, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇന്ന് വൽക്കാല മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന വാത്സല്യ മാതാവേ, സഹോദരി, ഇന്ന് വൽക്കാല സ്വർഗത്തിലെ ദൈവം പറയുന്നു, യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കുക. ഒരു പക്ഷെ പല ദൈവങ്ങളുടെ മുമ്പാകെ നീ പോയിട്ടുണ്ടാകാം, പല പുണ്യവാളന്മാരുടെ മുമ്പാകെ പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് വൽക്കാല നിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയിട്ട് ദൈവത്തിലേക്ക് അടുത്ത് വന്ന് അവന്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായ നിന്റെ പ്രശ്നങ്ങളുടെ നടുവേ നിന്നെ വിടിവിക്കുന്ന നസ്രയനായ യേശു തമ്പുരാൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക, ദൈവത്തിൽ വേരൂന്നുക, വചനത്തിൽ വിശ്വസിക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രശ്നങ്ങളുടെ നടുവിൽ വിടിവിക്കുന്നൊരു ദൈവമുണ്ട്. ജോർജ് മുള്ളർ എന്ന് പറഞ്ഞൊരു ദിവാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, അനാഥരാകുന്ന കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്നൊരു ദിവാസനായിരുന്നു ജോർജ് മുള്ളർ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 12 ചരിത്രങ്ങൾ ഞാൻ വായിപ്പാനിടയായി തീർന്നു. ഒരിക്കൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഒരു മീറ്റിങ്ങിനായി കടന്നു പോവുകയാണ്. ആ കാലത്തെ പ്രധാനപ്പെട്ട യാത്ര കപ്പലിലായിരുന്നു. ഇദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത, വളരെ പഞ്ച്വാലിറ്റിയുള്ള മനുഷ്യനാണ്, കൃത്യനിഷ്ഠതയുള്ള ഒരാളാണ്. കറക്റ്റ് സമയത്ത് മീറ്റിങ്ങിന് ചെല്ലും, മീറ്റിംഗ് അവസാനിപ്പിച്ച് കറക്റ്റ് സമയത്ത് അദ്ദേഹം തിരിച്ചു പോകും. വളരെ കൃത്യനിഷ്ഠതയുള്ളൊരു ദിവാസൻ. അന്ന് പതിപോലെ അദ്ദേഹം ഒരു മീറ്റിങ്ങിനായി കടന്നുപോയി. എന്നാൽ തൻ്റെ യാത്ര കപ്പലിൽ മുന്നോട്ട് കുറച്ച് ദീർഘദൂരം സഞ്ചരിച്ചപ്പോൾ കപ്പൽ ആ സമുദ്രത്തിൽ നിർത്തിയിട്ടു. കപ്പിത്താൻ അനൗൺസ്മെന്റ് ചെയ്തു, നമ്മുടെ യാത്ര അല്പസമയത്തേക്ക് തടസ്സമായിരിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ സമുദ്രത്തിൽ വലിയൊരു മഞ്ഞുമല പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് മാറാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ അറിയിപ്പ് കപ്പലിൽ അറിയിച്ച ശേഷം ഈ വാർത്ത കേട്ട് ജോർജ് മുള്ളർ വളരെ നിരുത്സാഹത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഭാരപ്പെട്ടു. കാരണം താൻ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ തൻ്റെ ശുശ്രൂഷ അവിടെ നടക്കത്തില്ല. അദ്ദേഹം ആ കപ്പിത്താൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു, സാർ, ഏതെങ്കിലും തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ആ കപ്പിത്താൻ പറഞ്ഞു, ഇല്ല സാർ,
ഈ മഞ്ഞുമല ഉരുകാതെ നമുക്ക് പോകുവാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ പോയി ഇരുന്ന ശേഷം അല്പസമയം കഴിഞ്ഞ് പിന്നെയും താൻ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, സാർ, എങ്ങനെയെങ്കിലും നമുക്കിതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? അവർ ചോദിച്ചത്, താങ്കളോട് ഞങ്ങൾ പറഞ്ഞതല്ലേ, താങ്കൾക്ക് എന്താ ഭ്രാന്താണോ? ഈ മഞ്ഞുമല ഉരുകാതെ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ല. അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ പോയി പിന്നെയും ഇരുന്നു. ചില സമയം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സാർ, എൻ്റെ ഒരു അപേക്ഷയാണ്. താങ്കൾ മുമ്പിലത്തെ ആ വിൻഡോ ഒന്ന് തുറക്കുക. അപ്പോൾ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തനം ഇദ്ദേഹത്തെ നോക്കി കളിയാക്കിയിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളോടല്ലേ പോയി അവിടെ ഇരിക്കുവാൻ പറഞ്ഞത്? ഈ മഞ്ഞുമല ഉരുകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇല്ല സാർ, ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു മീറ്റിങ്ങിന് പോവുകയാണ്, കൃത്യസമയത്ത് എനിക്ക് പോയിട്ട് മടങ്ങി വരണം. പക്ഷെ എൻ്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നിർബന്ധത്താൽ ഫ്രണ്ടിലെ വിൻഡോ അവർ തുറന്നപ്പോൾ മുമ്പിൽ ആ മഞ്ഞുമലയില്ല. കരങ്ങളെടുത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർ ചോദിച്ചു, പ്രിയ സുവിശേഷക, എന്താണ് സംഭവിച്ചത്? അപ്പോൾ ജോർജ് മുള്ളർ മറുപടി കൊടുത്ത് ഇപ്രകാരമാണ്, നിങ്ങൾ ആ മഞ്ഞുമലയുടെ വലിപ്പത്തെയാണ് നോക്കിയത്, പക്ഷെ ഞാൻ നോക്കിയതിനെ അതിനെ ഉരുക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ. ഇന്ന് പകൽക്കാല യുവാസ പ്രാർത്ഥന ഞാൻ പറയട്ടെ, എൻ്റെ നിന്റെ മുമ്പിൽ ചില മഞ്ഞുമലകളുണ്ട് കേട്ടോ. വഴിയെ തടയുന്ന, മുന്നോട്ടുള്ള മാർഗത്തെ തടയുന്ന ചില പ്രതിസന്ധികൾ എൻ്റെ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിൻ്റെ വലിപ്പത്തെ കണ്ടുകൊണ്ട് നിരാശപ്പെട്ട് പിന്മാറി പോകുകയില്ല. അതിനെ ഒരുക്കുവാൻ കഴിയുന്നവനായ നസ്രേനായ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കൾ നിശബ്ദരായിരിക്കാതെ ആത്മശക്തിയോടെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകട്ടെ. പോലെ നീ വന്നതുപോലെയല്ല തിരിച്ചു പോകുന്ന. നിന്റെ മുമ്പിൽ ചില ഭാരങ്ങൾ മാറി, നിന്റെ പ്രശ്നങ്ങൾ മാറി, നിന്റെ വഴി അടയപ്പെടുന്ന ചില മേഖലകളെ വഴി തുറക്കുവാൻ കഴിയുന്നവനായ സ്വർഗീയ ദൈവത്തിന്റെ അദൃശ്യ ശക്തി എന്നിതൊന്ന് മാറുക, എന്നിതിനൊരു മാറ്റം ഉണ്ടാക്കുക. എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു പക്ഷേ ചിന്തിച്ചുകൊണ്ട് മക്കളെ ഓർത്തായിരിക്കുക, ഇതിന്റെ തലമുറ ഓർത്തായിരിക്കുക നിരാശപ്പെടുന്നത്. ഇതിന് അർഹതയില്ല കർത്താവേ, ഇതിന് മാറ്റമില്ലെന്ന് ചോദിക്കപ്പെടുമ്പോ ഈ വാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസത്തെ പരിശുദ്ധമായി ഞാൻ പറയട്ടെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധിയെ മാറ്റുക കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ ഒരു കര ഇന്ന് പൽക്കലവിടെ വെളിപ്പെടുകയാണ്. അവനിൽ വേരൂന്നുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല. ഇന്ന് വൽക്കല നാമത്തിൽ വിശ്വസിക്കുക. നീ തയ്യാറാകുമോ? ഒരു പക്ഷെ ചില ദിവസങ്ങളാ നീ ഉറങ്ങിയിട്ട് നിനക്ക് ഉറങ്ങുവാൻ കഴിയാൻ മേലാതെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഞ്ഞുമലയ്ക്ക് തുല്യമായ ചില പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുമ്പോ ആ പ്രതികൂലത്തെ അല്ല കാണേണ്ടത്, മറിച്ച് അതിനെ ഒരുക്കുന്ന ഒരു യേശു തമ്പുരാനുണ്ട്. ഈ പ്രശ്നത്തെ ഇല്ലാതാക്കുന്ന, ഈ പ്രശ്നത്തെ എന്റെ മുമ്പേ എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥന ഹോളിലേക്ക് നീ വന്ന നിമിഷം മുതൽ തന്നെ ഈ മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, ഈ പ്രതിസന്ധികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഈ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടയപ്പെട്ട ചില മേഖലകൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസത്തിൽ അടച്ചപ്പെട്ട മാർഗങ്ങളെ യേശു തുറന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചുകൊള്ളുക, വിശ്വസിച്ചുകൊള്ളുക. ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ വേരൂന്നിക്കൊണ്ട് അവനിൽ ആശ്രയിച്ച അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ഈ മീറ്റിംഗിൽ ശ്രദ്ധിച്ചപ്പോൾ ദൈവദാസന്മാർ രണ്ടുപേരും ആവർത്തിച്ച് പറഞ്ഞൊരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുവീൻ,
നിങ്ങൾ കാറ്റും മഴയും കാണുകയില്ല, പക്ഷെ കുഴികളുമേൽ വെള്ളം നിറയ്ക്കുവാൻ ഇടയായി തരുക. ഈ 2-ാം ദിവസം ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാ പറയാണ്, വെള്ളം നിറയ്ക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് കേട്ടോ. ഈ താഴ്വരെ, ഈ ശൂന്യമായി കിടക്കുന്ന ഈ ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് സാധ്യതകളൊന്നുമില്ലായിരിക്കുക, പക്ഷെ നീ കുത്തുവ തയ്യാറായ, വിശ്വാസത്തോടെ വലയിറക്കുവ തയ്യാറായ പത്രോസിന്റെ വലയ്ക്കകത്ത് നിറച്ചൊരു കർത്താവ് പറഞ്ഞ് ഇവിടെ കുഴി കുഴിക്കുവ തയ്യാറായ അവരുടെ ഓർമ്മകൾ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നത്. ആ ഭാഗം എന്നെ ഒരിക്കൽ കൂടി ധൈര്യപ്പെടുത്തുക. കുഴികളെ കുത്തുവാനിടയായി, പക്ഷെ കുത്തിയ സ്ഥലത്തല്ല മഴ പെയ്തത്. മഴ പെയ്തത് എവിടെയാ? മഴ ഏദോമിലാണ് പെയ്തത്. സ്തോത്രം. അവിടുന്നാണ് വെള്ളം വന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ളത് നിന്റെ അരികിൽ ഒഴുകി വരും കേട്ടോ. മറ്റൊരു സ്ഥലത്ത് ദൈവം ചിലത് ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്തൊരു മഴ പെയ്യുമ്പോ നിനക്ക് ആവശ്യമുള്ളത് നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ശുശ്രൂഷയിലേക്ക്, നിന്റെ കൂടാരത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരുക അധികാരമുള്ളൊരു ദൈവമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെടേണ്ട, ആത്മശക്തിയോടെ ആരാധിക്കൂ, ദൈവവചനത്തിൽ ഉറയ്ക്കൂ, ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുക. അത്ഭുതങ്ങൾ നടക്കുവാൻ പോവുകയാണ്. ഏദോമിൽ പെയ്ത മഴ അവിടുന്ന് ഒഴുകി യഹോശാപത്തൊക്കെ കുഴിച്ച കിണറ്റിലേക്ക് വന്നുവെങ്കിൽ നാം നിങ്ങളും അറിയാത്ത മേഖലകളിൽ നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചുകൊണ്ട് നമ്മളെ മാനിക്കുന്നവനാ ഒരു ദൈവത്തെ എത്ര ആരാധിക്കുന്നത്. പൗലൂസ് പറഞ്ഞ പോലെ പറഞ്ഞു തീരാത്ത ദാന നിമിത്തം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇതുവരെ നടത്തിയ ദൈവ അർഹിക്കപ്പെട്ടതിനേക്കാൾ അപ്പുറമായി നന്മകളെ തന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഞാനും നീയും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് വൽക്കാല കർത്താവിൽ വിശ്വസിക്കുക, അവന്റെ വചനത്തിൽ വിശ്വസിക്കുക, അവനിൽ വേരൂന്നുക. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ഉറയ്ക്കുവാൻ തയ്യാറായാൽ ദൈവം തന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. അപ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ അവനിൽ വേരൂന്നുക. ഇനി ഈ ഉപദേശകന്മാർ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു 16-ാമത്തെ വാക്യങ്ങളിൽ. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ച് പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ദൈവത്തെ അറിഞ്ഞ ജനത്തോട് ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് പെരുന്നാളുകൾ ആഘോഷിക്കാം, നിങ്ങൾക്ക് വാവ് നോക്കാം, നിങ്ങൾ ശബത്തുകൾ ആചരിക്കാം. സ്തോത്രം. ഇതൊക്കെ കേട്ടപ്പോൾ അവിശ്വാസികളുടെ ഉള്ളിൽ ചഞ്ചലിപ്പുണ്ടാവാനിടയായി. അത് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്നവരെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നാൽ പൗലോസ് പറഞ്ഞു, ഇവ വരുവാൻ ഇരിക്കുന്നവരുടെ നിഴലത്രേ. അടുത്തത് സന്യാസി സമൂഹം അല്ലെങ്കിൽ ജുഡായിസം പഠിപ്പിച്ചൊരു പ്രത്യേക ഉപദേശം ഉണ്ടായിരുന്നു. താഴ്മയോടുകൂടെ നിങ്ങൾ നടക്കണം, നിങ്ങൾ ദൂതന്മാരെ ആരാധിച്ചു കൊള്ളുക. സ്വതന്ത്രം. താഴ്മയോടുകൂടെ നടന്ന് ദൂതന്മാരെ നിങ്ങൾ ആരാധിക്കുന്നതിലൊരു കുഴപ്പവുമില്ല. ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ്, ആരാധിക്കേണ്ടവൻ കർത്താവാണ്. എന്നാൽ അവന് കൊടുക്കേണ്ട മഹത്വം നിങ്ങൾ ദൂതന്മാർക്ക് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ തെറ്റായ ഉപദേശം പഠിപ്പിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. കരങ്ങളോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉപദേശ സത്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കത്തക്കവണ്ണം പലരും പലപ്പോഴുമായിട്ട് എഴുന്നേൽക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകളെ, നിങ്ങൾ പ്രാപിക്കേണ്ട അവകാശത്തെ, നിങ്ങൾക്കുള്ള നിത്യജീവനെ, നിങ്ങൾക്കുള്ള നിത്യത തെറ്റിച്ച് കളയുക
ഈ തരത്തിലുള്ളതാകുന്ന ഉപദേശ കൂട്ടങ്ങൾ എടുക്കപ്പെടുമ്പോ വിരുദ് തെറ്റിപ്പോകരുത്. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു, ഒരുവനെ വിരുദ് പ്രാപിക്കത്തുള്ളൂ. എന്റെ നിങ്ങളുടെ അത്യന്ത ലക്ഷ്യ കർത്താവിനോടുകൂടെ വസിക്കുകയാണ്. ആ നിത്യത നഷ്ടപ്പെടരുത്. ആ നിത്യത നഷ്ടപ്പെടാതിരിക്കപ്പെടുക. അടിസ്ഥാനമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ചാരണപ്പെടുവാൻ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. വിരുദ് തെറ്റിക്കുന്ന പ്രതിഭാസമായിട്ട് പലരും എഴുന്നേൽക്കുമ്പോൾ കൊലോസ്യ വിശ്വാസികളെ, നിങ്ങൾ അത്തരത്തിലേക്കൊന്നും പോകരുതെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. 4-ാം അധ്യായം ഇതാണ്. ഈ ദുരുപദേശങ്ങൾ പറഞ്ഞ് ഇവരെ തെറ്റായി നയിച്ചപ്പോൾ ഈ വാർത്തയറിഞ്ഞ പൗലോസ് അവർക്ക് ഈ കത്തെഴുതുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്. അതിനുശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒന്നുകൂടി വായിച്ചിട്ട് 2-ാമത്തെ വാക്യം. നോക്കുക, പൗലോസ് പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ തന്നെ യാഗിരിപ്പീൻ. എന്താണ് ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ? ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ശ്രദ്ധയും അതിൽ തന്നെ കേന്ദ്രീകരിക്കുക. ഏത് വിഷയങ്ങളിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അതിനുവേണ്ടി തന്നെ ഒഴിഞ്ഞു വെക്കുക. ഒരുപക്ഷെ നമുക്ക് ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടാകാം. എന്നാൽ അതിലേക്ക് ഉപരിയായി ഒരു പ്രത്യേക വിഷയത്തെ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, ആ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ. നിങ്ങളൊന്ന് പ്രാർത്ഥനയിൽ നിന്ന് ഉറ്റിരുന്നേ. സ്തോത്രം. അതിൽ തന്നെ നിങ്ങൾ സ്തോത്രത്തോടെ ഒന്ന് ജാഗരിച്ചേ. ആ ജാഗരണ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ വിടുതലുണ്ടാകുവാനിടയായി ചേരോ. സ്തോത്രം. എസ്തറിനോടും മൊർദെഖായോടും ചോദിച്ചാൽ അവർ പറയും, ആ വിഷയത്തിൽ തന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദാർ മാസം 14-ാം തീയതി കഴിഞ്ഞ സകല യഹൂദനെ കൂട്ടക്കൊല ചെയ്യപ്പെടുമെന്നുള്ള ഒരു സന്ദേശം ദേശത്ത് പ്രചരിച്ചപ്പോൾ അവർ അതിനു വേണ്ടി ഉറ്റിരുന്ന് പ്രാർത്ഥിപ്പാനിടയായെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവാത്മ പറയുന്നു, ശത്രു എവിടേക്കോ ചില രേഖകൾ എഴുതി ഡേറ്റ് കുറിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം പറയാണ്, നീ അതിനു വേണ്ടി ഒന്ന് ഉറ്റിരുന്ന് പ്രാർത്ഥിച്ചാൽ, ആ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മുമ്പാകെ വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്ന ഈ വാസപ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം ആരോടൊക്കെയോ ദൈവാത്മ പറയാണ്, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്ന് അതെ വ്യതിചലിക്കരുത് കേട്ടോ. അതിനൊരു മറുപടി ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു വിടല് കാണുവാൻ പോകുകയാണ്. ആ വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ അസാധ്യമായതെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അദൃശ്യമായ കര ഇന്ന് പകൽക്കാല നിന്റെ മേൽ ഇറങ്ങുവാൻ പോകുകയാണ്. നിന്റെ കൂടാരത്തിൽ ഇറങ്ങുവാൻ പോകുകയാണ്. തളർന്നു പോകണ്ട, ക്ഷീണിക്കണ്ട, മടുത്തു പോകണ്ട. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിരാശപ്പെടുത്തുന്ന വാക്കുകളുമായിട്ട് 6 പ്രാവശ്യം ബാലിക്കാരൻ വന്നപ്പോ 7-ാം പ്രാവശ്യം പറയാണ്, അതെ യജമാനനെ, ഞാനൊരു വാർത്ത കാണുകയാണ്. എന്താണ്? അദൃശ്യമായ ദൈവത്തിന്റെ ഒരു കര നിനക്ക് വേണ്ടി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ശ്രദ്ധ കൊടുക്കുക തയ്യാറായ, ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക തയ്യാറായ, മാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ഈ വാസ പ്രാർത്ഥനയെ നീ അറിയാത്തൊരു അത്ഭുതത്തിന്റെ കര നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. ഒറ്റയ്ക്ക് നീ മല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയുടെ ദിവസത്തിൽ ദൈവം പറയാണ്, ഏലിയാവേ, ഇതാ വലിയൊരു മഴയുടെ മുഴക്ക് ഞാൻ കേൾക്കുകയാണ്. വലിയൊരു അത്ഭുതം നടക്കുവാൻ പോകുകയാണ്.
ഇത് വെറുതെയാണ്, ഇത് വെറുതെയാണ്. ഒരു മറുപടി ഉണ്ടാകത്തില്ല, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്, അതിൽ ശ്രദ്ധിച്ചവന്, അതിൽ ഉറ്റിരുന്നവന് ഉറപ്പുണ്ടായിരുന്ന ഞാൻ ഇത് നഷ്ടമാകത്തില്ല, ഞാൻ വില കൊടുത്ത് നഷ്ടമായിട്ടില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വെളിപ്പെടുക. പ്രിയ ദൈവദാസന്മാരെ, വില കൊടുത്ത് നഷ്ടമാകത്തില്ല കേട്ടോ. പ്രാർത്ഥിച്ച് തീ ഇറക്കിയ ഭക്തന്മാർ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുക ില്ല. ഉറ്റിരിക്കുന്ന വിഷയത്തിന് നടുവേ, ആകരിക്കുന്ന വിഷയങ്ങളുടെ നടുവേ 6 പ്രാവശ്യം പറഞ്ഞു, മറുപടി ഇല്ല, ഒരു റിപ്ലൈയും ഇല്ല. പക്ഷേ 7ാമത്തെ ദിവസം 7ാമത്തെ പ്രാവശ്യം ഇതിലെ അടയാളങ്ങൾ വെളിപ്പെടുവാൻ പോകുകയാണ്. പ്രത്യക്ഷത്തെ വിശ്വാസ പ്രാർത്ഥനയെ 2ാം ദിവസം ഈ അടയാളങ്ങൾ എന്റെ കൺമുമ്പിൽ വെളിപ്പെടുവാൻ പോകുകയാണ്, എന്റെ കുടുംബത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നടക്കത്തില്ലെന്ന് എനിക്ക് നിനക്ക് ഒരുപക്ഷെ തോന്നിയേക്ക, പിശാച് വാദിച്ചേക്ക, ഇല്ല നടക്കത്തില്ല, നിന്റെ അധ്വാനം വെറുതെ ആയിട്ട് നീ വെറുതെയാണ് ഇവിടെ കടന്നു വന്നത്. ഈ കുന്ന് കയറി നീ വെറുതെയാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് ഉറപ്പുണ്ട്, തീ ഇറക്കിയൊരു ദൈവ അതിന്റെ മറുപടി തരാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കത്തില്ല. 7ാം പ്രാവശ്യം വാഗ്ദത്തമായിട്ടാണ് ബാല്യക്കാരൻ മടങ്ങി വന്നത്. ഹല്ലേലൂയ. ആ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അതിൽ തന്നെ ഉറ്റിരുന്ന് സ്തോത്രം ചെയ്താൽ അത്ഭുതങ്ങളെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒട്ടനവധി വിഷയങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിങ്ങനെ കൂട്ടുന്നുണ്ട്. പലതിനും മറുപടി കിട്ടാതിരിക്കുമ്പോൾ ഏത് വിഷയമാണോ ഇന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, ഇന്ന് പകൽക്കാലം യേശു ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും. എനിക്ക് നിനക്കും തോന്നിയേക്ക ഇത് നാറ്റമായ വിഷയമാണ്, പറഞ്ഞു വരത്തി നാറ്റം എമിച്ച വിഷയമാണ്, ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷെ ഇന്ന് വൽക്കാലം ദൈവം പറയുന്ന അതിൽ ജാഗരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിച്ചു കൊള്ളുക. ദൈവം അത്ഭുതങ്ങളെ നടത്തുവാൻ ഇടയായിത്തീർ. നിരാശപ്പെടുമ്പോ വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ ഒരു ദൂതായേക്ക ഇനി ധൈര്യപ്പെടുത്തുമ്പോ അതിൽ ആശ്രയിക്കുവാൻ തയ്യാറായ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി ചേരും. സ്തോത്രം. ഹല്ലേലൂയ. വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിൽ തന്നെ ഉറ്റിരിക്കുക. എനിക്കൊരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് സുനിൽ എന്നാണ്. അദ്ദേഹം വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവഭക്തനാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേളയിൽ താൻ ഒരു ചർച്ചിൻ്റെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് താൻ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു ചർച്ചിലേക്ക് തന്നെ മാറുവാനിടയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം ചില പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് അദ്ദേഹത്തെ ആ സഭാചാറിൽ നിന്നവർ നേതൃത്വം മാറ്റുവാനിടയായി. ആ സമയത്ത് അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് 1 മാസമേ ഉള്ളൂ. വളരെ പ്രതീക്ഷയോടെ ഭാര്യയും ഭർത്താവും ഈ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചതാണ്. പക്ഷെ സഭയില്ലാതെ ശുശ്രൂഷിക്കുന്നവരെ മാറ്റി നിർത്തിയപ്പോൾ വളരെ ഭാരപ്പെട്ടു. ആ സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുകയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ സ്വന്തം ഗ്രാമത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൂത് കേട്ട് അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി യാഗരിപ്പാനിടയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ആ സ്ഥലത്തേക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ കണ്ട കാഴ്ച ദൈവം തനിക്ക് വേണ്ടി ചെയ്ത വലിയ വിടുതലായിരുന്നു. മാനുഷികമായ നിലവാരത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ചെറുപ്പക്കാരൻ പിന്മാറിപ്പോകേണ്ട എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു.
പക്ഷെ ദൈവവചനത്തിലും ദൂതിലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. സ്തോത്രം. ഞാൻ ആ ചർച്ചിൽ ചെന്നപ്പോൾ ഗുജറാത്തിൽ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. അവിടുന്ന് കുറേയേറെ ദൂരെ ഡ്യൂ എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ശുശ്രൂഷയ്ക്കായി ചെന്നതാണ്, പക്ഷേ ഞങ്ങൾ ചർച്ചില്ലാതെ വളരെ ഭാരപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിലായിരുന്നു. അവിടേക്ക് ചെന്നു. അവിടുന്ന് തിക്താനവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, താങ്കൾ പറഞ്ഞ ദൂതും പ്രാർത്ഥനയും ഞങ്ങൾക്ക് വളരെ ധൈര്യം തന്നു. ഞാൻ പറയട്ടെ, അദ്ദേഹം വിളിക്കുമ്പോഴേക്കും എനിക്കറിയാവുന്ന പൊട്ട ഹിന്ദിയിലാണ് ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചത്. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്ക് മലയാളം കയറി വരും ദൂത്. ആ പറഞ്ഞതൊക്കെ അദ്ദേഹം വിശ്വാസത്തോടെ ഏറ്റെടുത്തു. സഭ വലിയൊരു അനുഗ്രഹത്തിലേക്ക് ചെന്ന് അദ്ദേഹം ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്ന ശേഷമായിട്ടന്ന് 13 പേരെ ഞാൻ സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. സ്തോത്രം. നമ്മൾ അസാധ്യമെന്ന് തോന്നുന്ന പല വിഷയങ്ങളെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, മടുത്തു എന്ന് പലരും പറയുമ്പോൾ, ഇനി നിന്നെ കൊണ്ട് നടത്തുകയെന്ന് പലരും വാതു കിട്ടുമ്പോൾ അറിഞ്ഞുകൊള്ളുക, നിന്നിലേക്ക് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ടല്ലോ, അത് ഇന്നും തീർന്നിട്ടില്ല. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, പ്രാർത്ഥനയിലോട് അടുത്തു വരുവാൻ തയ്യാറായ ഈ ദിവസം മുതൽ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ സമയത്തെ ഒന്ന് കൂട്ടി നോക്കിക്ക്. ഹല്ലേലൂയ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചങ്ങനെ തിരിച്ചു പോകുന്നതിനേക്കാൾ ഉപരിയായി വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരു സമയത്തിന് ഒരളവ് കൂട്ടുവാൻ തയ്യാറായ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നിന്റെ ജീവിതത്തിൽ മാറ്റം വെളിപ്പെടുവാൻ പോകുകയാണ്. ഇവിടെ വന്ന് പാട്ടുപാടി ആരാധിച്ച് കൈയടിച്ചിട്ട് പോകുന്നതിനേക്കാൾ ഉപരി വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ജീവിതം ഇന്ന് വൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രാർത്ഥനയിൽ അസാധ്യങ്ങൾ സാധ്യമാകും. വിശ്വാസികളെ, നീ പ്രാർത്ഥിച്ച് നീ ഊറ്റിരുന്ന് അതിന് സ്തോത്രം ചെയ്ത് ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി, ഈ അഗപ്പ മിനിസ്ട്രിക്ക് വേണ്ടി, ഈ പ്രാർത്ഥനാ യജ്ഞത്തെ ദൈവദാസം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയത്തെ കരങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനെ കാണിച്ച് ഈ ചർച്ചനെ കുറിച്ച് പറഞ്ഞത്, ദൈവദാസനെ, ചിലർ കര പറ്റുവാൻ പോകുകയാ. പുറംകടലിൽ ആടി ഒലിയുന്ന ചില തോണികളെ കരയിലേക്ക് എത്തിക്കുക. താങ്കളുടെ കൂടെ കൂടിയ ജനത്തെ ചിലത് കര പറ്റത്തക്കവണ് കരയേറ്റത്തിൽ നിന്ന് പിശാച് വാത് കെട്ടുമ്പോ കരയിലേക്ക് അടുപ്പിക്കുന്ന ഈ തോണി കരയിലേക്ക് അടുപ്പിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ മാറുവാൻ പോകുകയാണ്. അന്ധകാരത്തിന്റെ ദേശത്തിന്റെ പോരുകളെ പൈശാചിക ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിയിട്ട് ചിലത് കര പറ്റുക തന്നെ ചെയ്യും. കരയിലേക്ക് എത്തുന്നോറ് ഇരട്ടി ശക്തിയോടെ നിന്റെ പടക് പുറകോട്ട് വലിക്കുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകളെ, അന്ധകാരത്തിന്റെ പോരുകളെ, നേർച്ച വഴിപാടുകളെ ഒരു തരത്തിലും ഗതി പിടിപ്പിക്കാതെ വെല്ലുവിളിക്കപ്പെടുമ്പോ ഈ പ്രാർത്ഥന യജ്ഞത്തെ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ വിടല് നിങ്ങളുടെ കുടുംബങ്ങളുമേ നടക്കുവാൻ പോകുകയാണ്. ആഴിയെ തിരിച്ചറിയുന്നവനായ ദൈവ, ആഴിയിൽ പ്രവർത്തിക്കുന്ന ദൈവ, ആലായാമത്തിൽ പ്രത്യക്ഷനായ ദൈവ, ഇന്ന് വൽക്കാല ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും പല സ്ഥലത്തോടിയിട്ടും അവസാനം മോൻസിപ്പാസ് അടുത്ത് വന്നിട്ട് നീ കരപറ്റത്തിലെന്ന് വാതു കിട്ടുന്ന ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറട്ടെ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗീയ ദൈവമുണ്ടെങ്കിൽ ഇന്ന് വൽക്കാല കരപറ്റുക തന്നെ ചെയ്യൂ. എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ കഴിയാൻ മേലാതെ
ആടിയുലയുന്ന വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നീ കര പറ്റോ. പൗലോസും കൂട്ടിലും അദ്രിയ കടലിന്മേ ആടി ഉലഞ്ഞെങ്കിൽ നമ്മൾ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു, അവർ കരയിലേക്ക് എത്തുവാൻ ചില പലകൾ നിരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ കര പറ്റുവാൻ നിനക്ക് വേണ്ടി ചില പലകൾ ഇടുന്ന ദിവസമാകുകയാണ്. ഓ, നിന്റെ കാൽ ഉറയ്ക്കുവാൻ പോവുകയാണ്. കരപറ്റത്തില്ലെന്ന് പിശാച് വാതുകെട്ടുന്ന മേഖലകളുമേ ദൈവത്തിന്റെ ഈ ആത്മാവിന് മഹത്വം വെളിപ്പെടുവാൻ ജീസസ് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി ആശ്രയിക്കപ്പെടുക. ഉറുമയ്ക്കുമനാഥനാരക സൗഖ്യമരക്കി ആയുധത്തെ തേച്ചു മിനുക്കിക്കൊള്ളുക. വലിയൊരു ആത്മീയുദ്ധം വെളിപ്പെടുവാൻ പോകുക. കരപറ്റുവാൻ അനുവദിക്കാതെ വണ്ണം ഇന്ന് പോൽക്കാലം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നവർ കുടിച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി വന്നിട്ട് കണ്ണീരോടെ ഏറ്റുപറഞ്ഞ ദിവസം വെളിപ്പെടുവാൻ പോകുക. നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ മദ്യപാനികളാകുന്ന ചില ഈ ആലയത്തിൽ മദ്യപിച്ച് കയറി വന്നിട്ട് അവർ ഏറ്റു പറയുന്ന നിമിഷങ്ങൾ ഉണ്ടാകുക. അസാധ്യമായതെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കുവാൻ കഴിയുന്ന ഉയരത്തിലെ ദൈവം പറയാണ്, വിടലെ അയക്കും. ഈ പോരാട്ട പ്രാർത്ഥനയിൽ ദൈവത്തിന് വലിയത് ചെയ്യുവാനുണ്ട്. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. യേശു വന്നപ്പോൾ പലപ്പോഴും പിടികൊടുക്കാതിരുന്ന ലാസർ 12-ാം അധ്യായത്തിൽ അവനെ പന്തി ഭോജനത്തിൽ ഇരുത്തുന്നൊരു ദൈവദാസന്റെ മുമ്പാകെ പിടിതരാതെ മാറി നിൽക്കുന്ന ചില സഹോദരന്മാർ ഈ പന്തി ഭോജനത്തിലേക്ക് വന്ന് ശുശ്രൂഷയിലേക്ക് വന്ന് പാട്ടുപാടുവാൻ കഴിവുള്ള ചില സഹോദരന്മാരെ ഈ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുക. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിയുന്ന സഹോദരന്മാരെ ഇതിന്റെ മുൻപന്തിലേക്ക് കൊണ്ടുവരുക. ഇന്ന് പോൽക്കാലം ദൈവത്തിന് കഴിയുക, യേശുവിന്റെ മഹത്വത്തിന് കഴിയുക, യേശുവിന്റെ വചനത്തിന് കഴിയുക. അവനിൽ വേരൂന്നുക, ദൈവത്തിൽ അടിസ്ഥാനമിടുക, വചനത്തിൽ അടിസ്ഥാനമിടുക. ദൈവം അത്ഭുതങ്ങളെ ചെയ്യൂ. ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് നേടുക, ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുക. പക്ഷെ ആ വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് മറുപടി വെളിപ്പെടുവാനിടയായെങ്കിൽ ഒരുപക്ഷെ നിരാശപ്പെടുന്ന വാക്കുകളുമായി പുറകിൽ ശത്രുക്കൾ എഴുന്നേറ്റാൽ അത്ഭുതങ്ങളെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമോ? യെസ്, ചില വാക്കുകൾ നമ്മെ നിരാശപ്പെടുത്തുമ്പോഴും നിന്റെ പ്രാർത്ഥന നിർത്തരുത്, നിന്റെ ആരാധന നിർത്തരുത്. ഒരുപക്ഷെ അന്നായിരിക്കും നിനക്കൊരു വിടുതൽ നടക്കുന്നത്. പ്രതിസന്ധിയെ അതിജീവിച്ച് നീ മുന്നോട്ട് വരണം. പ്രിയ ദൈവവാസിയായിരിക്കുന്ന ഹന്നയെ കുറിച്ച് നമുക്കറിയാം. പലപ്പോഴും നിന്ദകളും പരിഹാസങ്ങളുമാണ്. തൻ്റെ ഭർത്താവിനോട് വർഷാന്തര യാഗത്തിൽ പോകുമ്പോൾ പുറകിൽ നിന്ന് പെനീന പറയും, ഈ പ്രാവശ്യം പോയിട്ട് ഒന്നും നടക്കത്തില്ല, വെറുതെ പോയി മടങ്ങി വരാം, വെറുതെ എൻ്റെ ഭർത്താവിനെ കൂടെ മെനക്കെടുത്ത് എന്തെന്ന് ചോദിച്ചേക്കാൻ. എന്നാൽ ഞാൻ പറയട്ടെ, ആ വാക്കും കേട്ട് അവൾ അന്ന് അവിടെ നിന്നിരുന്നെങ്കിൽ അവൾക്കൊരു വിടുതൽ കാണുവാൻ കഴിയത്തില്ലായിരുന്നു. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നുണ്ട്, പലപ്പോഴും നിന്നെ നിരുത്സാഹപ്പെടുത്തുക, പറയുന്ന പല വാക്കുകൾ കേൾക്കുമ്പോ നീ അവിടെ നിൽക്കരുത്. അന്നത്തെ ദിവസം അവിടെ വിടുതലിന്റെ ദിവസമാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം യുവാസ പ്രാർത്ഥന നീ പങ്കെടുക്കുന്നത് ഇന്റെ വിടുതലിന്റെ ദിവസമാണ്. ഇന്നെ വിടുവിക്കപ്പെടുക. ശീലോവിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ യുവാസ പ്രാർത്ഥനയെ നിരാശയുടെ സന്ദർഭത്തിൽ കൂടെ പുറകിൽ കുത്തുവാക്ക് പറയുന്ന വ്യക്തികളുടെ നടുവെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ച് ഈ പ്രാർത്ഥന ഹോളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വൽക്കല സ്വർഗത്തിലെ ദൈവം പറഞ്ഞ് നീ സമാധാനത്തോടെ മടങ്ങി പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ.
പ്രാർത്ഥനാലയത്തിൽ പോയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. നീ സമാധാനത്തോടെ മടങ്ങിപ്പോയിക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. എത്ര പേർ വിശ്വസിക്കുന്നത്? കരഞ്ഞ് കലങ്ങിയ ദിനരാത്രങ്ങൾ മാറാറായി. നിന്റെ കണ്ണുനീരിന് മറുപടി തരുന്നൊരു നിമിഷം വെളിപ്പെടുകയാ. നീ ചോദിച്ചില്ലേ എന്താണ് വൈകുന്നത്? മാർത്തേ, വൈകിയെന്ന് നിനക്ക് തോന്നിയാലും ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ വെളിപ്പെടുവാൻ സമയമായി. ഇത്രയും ആത്മാർത്ഥമായി ഞങ്ങൾ സ്നേഹിച്ചിട്ട് യേശു എന്താണ് വരാത്തത്? ഇന്ന് വൽക്കാലം വൈകുന്നത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാണ് കേട്ടോ. ചിലത് വൈകുന്നത് എന്തിനാണെന്നറിയാമോ? യഹൂദന്മാർ കൂടെ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്, ചുറ്റുപാടുള്ളവർ കൂടെ വിശ്വസിക്കുവാനാണ്. ചില വിഷയത്തിന് മറുപടി ലഭിക്കാതിരിക്കപ്പെടുമ്പോ ഇന്ന് വൽക്കാലം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു ചിലർ കൂടെ അറിയണം നീ ആരാധിച്ച ദൈവത്തിന്റെ ശക്തി എന്താണെന്ന്, നീ സേവിച്ച ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് ചിലരും കൂടെ അറിയുവാൻ വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ദൈവം വൈകിപ്പിക്കുന്നത്. ഈ ദൂതവിടെ പ്രകാശിപ്പിക്കുക. ദൈവദാസനെ കൂടെ അഭിഷേകം വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് വൽക്കാലം അതിനോട് ചേർന്നതിനെ പറയുന്നു. വൈകിപ്പോയ ചില വിഷയങ്ങളെ ശ്രേഷ്ഠമാക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവെ കടന്നു വന്നിട്ടുണ്ട്. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊള്ളുക, അതിൽ തന്നെ ഉറ്റിരുന്നു കൊള്ളുക, നീ പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ നിനക്കുള്ള മറുപടി സ്വർഗത്തിലെ ദൈവം പറയുന്നു നിന്റെ അരികിൽ കൊണ്ടുവന്ന് എന്നോടുള്ള വാഗ്ദത്തത്തെ അവൻ ഉറപ്പിക്കുവാനിടയായി ചേരാൻ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഇനി നമ്മൾ വായിച്ച ഭാഗത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ കൂടെ നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാം. കൊലോസ്യ ലേഖനം 4-ന്റെ 12ാമത്തെ വാക്യം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുവിന്റെ ദാസനാകുന്ന എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നോക്കുക, നിങ്ങൾ തികഞ്ഞവരും ദൈവവചനം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കേണ്ടതിന് അവൻ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. കരങ്ങൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് ഈ കത്തെഴുതി അവസാനിപ്പിക്കും മുമ്പ് തൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് തടവിൽ കിടക്കുന്ന സഹോദരന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കിയിട്ട് കത്തിന്റെ അവസാന ഭാഗം എഴുതുമ്പോൾ താൻ പറയുന്നു, നിങ്ങളെ വഴി നടത്തിയ, നിങ്ങളെ രക്ഷയിലേക്ക് നയിച്ച പ്രിയ എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിലും നിങ്ങൾ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ അവനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവന്റെ മടങ്ങി വരവിൽ അവനോടൊപ്പം ചേർക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കപ്പെടുവാൻ, ഉപദേശത്തിൽ നിൽക്കുവാൻ, തെറ്റായി നിൽക്കുന്ന വാഗ്ദാനങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുന്ന എപ്പഫ്രാസിന്റെ സമീപത്തുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ തികഞ്ഞവരാകണം. വിശ്വാസത്തിൽ നിങ്ങൾ പക്വതയുള്ളവരാകണം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ആടി ഉലയുകയല്ല ചെയ്യേണ്ടത്, അതിൻ്റെ നടുവിൽ നിങ്ങൾ പക്വതയോടുകൂടെ നിന്നാൽ. നിങ്ങൾ വിശ്വാസിയാണെന്നും വിശ്വാസ മാർഗത്തിലാണ് നിൽക്കുന്നതെന്നും നിങ്ങളെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ തികഞ്ഞവരായി നിൽക്കുവാൻ തികഞ്ഞവരായി നിൽക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പഫ്രാസ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. 1. 2, നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് നിങ്ങൾ അറിയണം. കരങ്ങൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
എന്താണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. സ്തോത്ര. അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ധന്യരായി തീർന്നു. സ്തോത്ര. ദൈവത്തിൻ്റെ ഹിതം നിങ്ങളിലേക്ക് വെളിപ്പെടുക ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന. വെറുതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുകയില്ല. എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? അതെൻ്റെ ജീവിതത്തിന്മേൽ ദിവസങ്ങൾ നിറവേറുവാൻ പോവുകയാണ്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ആലോചനകൾ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കപ്പെടുമ്പോൾ ദുഷ്ട പിശാച് പറയും അത് നടക്കത്തില്ല, ഈ വർത്തമാന കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല തോണികളിൽ നിന്ന് പലതരത്തിലുള്ള വെല്ലുവിളി അഭിമുഖിച്ചുകൊണ്ട് ആരൊക്കെതിനകത്ത് വന്നിരിപ്പുണ്ട്. പക്ഷെ ഇന്ന് വൽക്കാല സാത്താന്റെ പദ്ധതികളെല്ലാം നടക്കുന്നത് ദൈവത്തിന്റെ ഹിത, ദൈവത്തിന്റെ പദ്ധതികൾ സഹോദര നിന്റെ കുടുംബ ജീവിതത്തിൽ നടക്കുക ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. എത്ര ഉപസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഇല്ല, ഇവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നടക്കത്തില്ലെന്ന് പിശാച് വാതുകെട്ടുന്ന വിഷയങ്ങളുടെ നടുവെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഷയത്തിന് ജയമെടുക്കുകയാണ്. ഈ പോരാട്ട പ്രാർത്ഥനയെ, ഒന്നിച്ചുള്ള പ്രാർത്ഥനയെ, ഈ പ്രാർത്ഥന യജ്ഞത്തെ ഇത് വിടൽ നടക്കുവാൻ ഇടയായിച്ചത് ഈ 171 ദിവസം അസാധ്യമായ ചില വിഷയങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയോ ഒന്നിച്ച് പ്രാർത്ഥിച്ച കാരാഗ്രഹത്തിന്റെ ബന്ധനത്തെ അടിച്ച് തടവുള്ളികളെ പുറത്തു കൊണ്ടുവന്ന പത്രോസിന്റെ ബന്ധനത്തെ അടിച്ചൊരു കർത്താവ് ഇന്ന് വൽക്കാലം ഒന്നിച്ച് പോരാടുക, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാകുക? പ്രാർത്ഥനയുടെ ശക്തിയാ വിടുതൽ വ്യാപരിപ്പാനിടയായിച്ചേരാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ പോരാടണം. സ്തോത്രം. വെറും ഒരു പ്രാർത്ഥന ചടങ്ങ് കൊണ്ട് മാത്രം നിൽക്കുകയില്ല. ആ വിഷയത്തിന് വേണ്ടി നമ്മൾ പോരാടി പോരാടി പ്രാർത്ഥിച്ച വിടുതൽ നിശ്ചയമായിട്ടുണ്ടാകും. ഞാനൊരു സംഭവം അതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക. അമേരിക്കയിൽ ഡാളസ് എന്ന് പറഞ്ഞ പട്ടണത്തിൽ ഒരു സെമിനാരി ഉണ്ടായിരുന്നു. ആ സെമിനാരിയുടെ പേര് ഡാളസ് ബൈബിൾ സെമിനാരി എന്നാണ്. 3 ദിവാസന്മാർ കൂടി നടത്തുന്ന ഈ സെമിനാരി, അതിൻ്റെ പ്രധാനപ്പെട്ട പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഐറിനോസ് എന്നാണ്. 100 കണക്കിന് കുട്ടികളെ ഈ ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിപ്പിച്ച് അവർ പുറത്തിറങ്ങി. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ വളരെ സാമ്പത്തിക പ്രതിസന്ധി ഈ സ്ഥാപനത്തിന് നേരിട്ടു. അപ്പോൾ ദിവാസന്മാർ ചേർന്നൊരു തീരുമാനത്തിലേക്ക് വന്നു. ആ ബൈബിൾ സെമിനാരിയും അതിൻ്റെ വസ്തുക്കൾ അവർ ലോൺ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് സെമിനാരി ഇങ്ങനെ നടത്തുകയാണ്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പൈസ പോലും തിരിച്ചടയ്ക്കുവാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വളരെ ഭാരപ്പെട്ടു. ബാങ്കുകാർ 1-2 പ്രാവശ്യം നോട്ടീസ് അയച്ച് പൈസ അടയ്ക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ജപ്തി ചെയ്യും. അവരുടെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അവസാന നോട്ടീസ് ബാങ്കിൽ നിന്ന് വന്നു, ഇന്ന ദിവസം ഞങ്ങൾ ജപ്തി ചെയ്യുവാൻ കടന്നു വരിക. ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ട് പ്രതിവാസൻ ഐറിനോസും തൻ്റെ സ്നേഹിതന്മാരോടും പറഞ്ഞു, നമ്മുടെ ഈ സെമിനാരിൽ നിന്ന് 100 കണക്കിന് കുഞ്ഞുങ്ങൾ ദൈവജനം പഠിച്ച് പുറത്തിറങ്ങിയതാണ്. ഇപ്പോൾ ഇതാ ഈ സ്ഥാപനം ബാങ്കുകാർ ജപ്തി ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവരിങ്ങനെ പ്രാർത്ഥിച്ച് പോരാടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കോളേജിൻ്റെ ഒരു റൂമിൽ കയറിയിരുന്നു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് ഒരു വചനം കൊടുത്തത് ഇപ്രകാരമായിരുന്നു. 50-ാം സങ്കീർത്തനത്തിൽ ഒരു വേദഭാഗം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് കൊടുത്തത് ഇങ്ങനെയാണ്. 50-10 വായിക്കുന്നു. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവ. മലയാളത്തിൽ ജന്തുക്കൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കാറ്റിൽ എന്ന് പറഞ്ഞൊരു പദമാണ്. എന്ന് പറഞ്ഞാൽ പശുക്കൾ. അപ്പോൾ കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിൽ 1000 പശുക്കൾ മേഞ്ഞു നടക്കുന്നു, അതൊക്കെ ദൈവത്തിനുള്ളവയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ, സഹോദരന്മാരെ, ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം,
ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ആയിരക്കണക്കിന് പശുക്കൾ മേഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ചിലതിനെ വിറ്റാൽ നമ്മുടെ ലോൺ അടയുവാനിടയായിത്തീരും. കരങ്ങൾ കൊടുത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വാക്യം ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ കോളേജിൻ്റെ കവാടത്തിങ്കിൽ ഗേറ്റിൽ ഒരു ലോറി വന്ന് നിൽക്കുവാനിടയായി. അതിന്നൊരു മനുഷ്യൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പേപ്പർ തുണ്ട് ആ വാച്ചറുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചുപോയി. പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക് ഈ പേപ്പർ തുണ്ടുമായിട്ട് സെക്യൂരിറ്റി ചെന്നു. പാസ്റ്റർ ഐറനേഴ്സിനെ വിളിച്ചു, അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ പേപ്പർ തുണ്ടുമായിട്ട് അദ്ദേഹം അകത്തേക്ക് ചെന്ന ശേഷം തൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ഈ വസ്തു ജപ്തി ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരുടെ ഇപ്രകാരമാണ് പറഞ്ഞത്, നമ്മുടെ പട്ടണത്തിൻ്റെ തൊട്ടപ്പുറത്തെ പട്ടണമാണ് ടെക്സാസ്. ടെക്സാസിലെ ഒരു പശുക്കച്ചവടക്കാരൻ തൻ്റെ 2 ലോറിയിൽ പശുക്കളെ കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് തിരിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടു. ഈ പൈസ മുഴുവൻ ബൈബിൾ സെമിനാരിയുടെ നടപ്പത്തിന് വേണ്ടി കൊടുക്കുക. അദ്ദേഹം തിരിച്ചു വന്ന് ഈ പൈസ കൊടുത്ത് ഈ ചെക്ക് കൊടുത്തപ്പോൾ ഈ ദൈവാസൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പർവ്വതത്തിൽ 1000 പശുക്കളുണ്ട്. പോരാടി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഇന്ന് വൽക്കാലം ഈ അനുഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിന്നും ദൈവത്തിൻ്റെ പർവ്വതത്തിൽ എനിക്ക് നിനക്ക് വേണ്ടി പശുക്കളുണ്ട് കേട്ടോ. നിന്റെ ചില ബാധ്യതകളെ മാറ്റുവാൻ, നിന്റെ ചില കടങ്ങളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുക ഇന്ന് വൽക്കാലം കഴിയുമെന്ന് വിശ്വസിക്കുന്നവ എന്ന് നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. എങ്ങനെ എപ്പോൾ സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദൈവത്തിന്റെ പർവ്വതങ്ങള് ഇന്നും എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ പോരാടി പ്രാർത്ഥിക്കുന്നത് നഷ്ടമാകത്തില്ല. ഈ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന നഷ്ടമായി തീരുകയില്ല. ഇത് പ്രാർത്ഥനയെ മുടങ്ങരുത്. ദൈവകൃപയിൽ ആശ്രയിച്ചോ. തർക്കത്തിലെ ദൈവ ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഊറ്റിയിരുന്ന, പ്രാർത്ഥനയിൽ പോരാടിയ മറുപടി ഉണ്ട് നിശ്ചയ. വന്നതുപോലെ ദൈവം നിന്നെ തിരിച്ചു വിടുകയില്ല. ഇല മേഖലകളെ ദൈവത്തിന്റെ കര തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ചില ബാധ്യതകളുമേ, നിനക്ക് വാടക കൊടുക്കേണ്ട വിഷയങ്ങളുമേ. യെസ്, പ്രാർത്ഥന വിഷയത്തിൽ വിശ്വാസം പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ. വാടക കൊടുക്കുവാൻ പോലും കഴിയാൻ മേലാത്തവരുണ്ടെങ്കിൽ ഇന്ന് വൽക്കാലം ദൈവം പറയുന്നത്, ഇതാ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പർവ്വതത്തിലെ പശുക്കളെ വിൽക്കുവാൻ പോവുകയാണ്. പ്രതീക്ഷിക്കുക, പ്രതീക്ഷിക്കുക. ദൈവത്തിന് വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക. ഇതാ ദൈവം വെളിപ്പെടുവാൻ പോവുകയാണ്. എങ്ങനെ നടക്കുക, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു വിചാരിക്കപ്പെടുമ്പോ ദൈവം നമ്മോട് പറയുകയാണ്, ഈ പ്രാർത്ഥനയെ ദൈവത്തിന് അത്ഭുതങ്ങൾ നടക്കുകയാണ്. നിന്റെ കൺമുമ്പിൽ അത് വെളിപ്പെടുവാൻ പോവുകയാണ്. എവിടുന്നൊക്കെ നിന്റെ കൂടാരത്തിൽ ചിലത് വന്ന് വീഴുവാൻ പോവുകയാണ്. ഇസ്രായേലേ, നേരം വെളുത്ത് നീ നോക്കുമ്പോ കൂടാരത്തിന്റെ വാതിക്ക് കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷി ഇറക്കിയ സൈന്യങ്ങളുടെ ദൈവം പറഞ്ഞ ഇന്ന് വൽക്കാലം നിനക്ക് വേണ്ടി പിടിച്ചെടുക്കപ്പെടുക. ഇന്റെ കൂടാരത്തിന്റെ വാതിക്ക് മന്നയെ പഴിപ്പിക്കാൻ കരുത്തുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രാർത്ഥനയുടെ സമയത്തിന് വേണ്ടി ഒന്നുകൂടെ മുഴങ്ങാൻ മടക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം വിടിവിക്കുന്നവനാണ്. കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഹല്ലേലൂയ. ചില നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എപ്പപ്രാസിനെ പോലെ പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവഹിതം തിരിച്ചറിയുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഈ സ്ഥലത്തിന്റെ പേര് കാളച്ചന്ത എന്നാണ്. ഇവിടെ പണ്ടൊത്തിരി പശുക്കളെ വിൽപ്പന നടത്തിയ സ്ഥലമാണ്.
ഒത്തിരി കാളകളെ വിൽപ്പന നടത്തിയ സ്ഥലമാണ്. ഇവിടുന്ന് തന്നെ ചില വ്യാപാരികൾ തന്നെ എൻ്റെ ദാസന്റെ വാടകയ്ക്ക് വേണ്ടിയുള്ള ചില മുഖാന്തരങ്ങൾ ഒരുക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ദേശത്ത് വെളിപ്പെടുമ്പോ എങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോ ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പർവ്വതത്തിൽ മകന് പശുക്കൾ മേഞ്ഞു നടക്കുകയാണ്. അവയെ വിറ്റ ദൈവം ബാധ്യതകളെ മാറ്റുവാനിടയായി തീരുക. ദൈവമക്കളെ ഒരു മനസ്സോടുകൂടെ ദൈവദാസനോട് ചേർന്ന് ഒന്നിച്ചു പ്രാർത്ഥിക്കൂ. നിന്റെ കുടുംബത്തിൽ നീ കരപറ്റുന്ന ദിവസങ്ങളാണ്. ഈ വാസപ്രാർത്ഥന 1000 ദിവസങ്ങൾ സമയങ്ങൾ വേർതിരിച്ചുകൊണ്ട് പ്രാർത്ഥന യജ്ഞത്തിൽ പോരാടുമ്പോ ഈ പോരാട്ട പ്രാർത്ഥന അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ പോവുകയാണ്. ചില രോഗികൾ സൗഖ്യമാകുവാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിലെ ചില ശൂന്യത മാറ്റുവാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഉപസിക്കുക പ്രാർത്ഥിക്കുക ചെയ്യുമ്പോ ദൈവസഭയ്ക്കകത്ത് വിടലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുവാൻ പോവുകയാണ്. ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ കുടുംബത്തിനകത്തുള്ളത് ഇല ശൂന്യത മാറ്റുവാൻ പോവുകയാണ്. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളോട് ദൈവം പറയുകയാണ്, ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ജീവിതമേ, നിരാശപ്പെട്ടു പോകരുത് കേട്ടോ. നിന്റെ സമയത്ത് പ്രതികൂലങ്ങൾ കൂടുക. നിന്റെ വീടിന്റെ സമയത്ത് പെനിന ശക്തമായി പോരാടുക. പക്ഷെ ശീലോവിൽ നിനക്കൊരു വീടിൽ നടക്കുവാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം മാറ്റുവാൻ പോവുകയാണ്. കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റുവാൻ പോവുകയാണ്. നിന്റെ ആരോഗ്യസ്ഥിതിയെ മാറ്റുവാൻ പോവുകയാണ്. നിന്റെ കടബാധയെ മാറ്റുവാൻ പോവുകയാണ്. സ്വർഗത്തിലെ ദൈവം പറയുന്നത്, അവനിൽ വേരൂന്നുക, ദൈവവചനത്തിൽ ഉറക്കുക. ഒരു